ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ബ്രോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റ് എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കിലോ ചിക്കൻ നല്ല ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മാരിനേഷന് വേണ്ടി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 വലിയ സ്പൂൺ കുരുമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ഹാഫ് ബൗള് തൈര് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പുളി ഇല്ലാത്തതാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒരു പകുതി നാരങ്ങ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ഞാൻ 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. 1.5 കിലോ ആയതുകൊണ്ടാണ് 2 എണ്ണം. പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ ഗരം മസാല കൊണ്ട് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നമ്മുടെ ചില്ലി ഫ്ലേക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വറ്റൽമുളക് പൊടിച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ കഴുകി ഫ്രഷ് ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഏകദേശം ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ബേ ലീഫ് പട്ടയില ഫ്ലേവറിന് വേണ്ടി വെച്ചിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. ഇനി നമുക്ക് അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ടി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3/4 കപ്പ് മൈദ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചിക്കൻ എമൗണ്ട് കൂടാണെങ്കിൽ കൂട്ടാം കേട്ടോ. അതേപോലെ ഒരു സ്പൂൺ കുരുമുളക്, 1/2 കപ്പ് ഓട്സിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നന്നായിട്ട് ഇതാണ് നമ്മുടെ ചിക്കൻ്റെ മുകളിലത്തെ ക്രിസ്പിനെസ് ഫീൽ ചെയ്യുന്ന കോട്ടിങ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് മന്തിയുടെ മസാലയാണ്. ഞാൻ ഇതിന് മുമ്പ് മന്തിയുടെ വീഡിയോ ചെയ്തിരുന്നു, അത് ഞാൻ ഐക്കാർഡിൽ കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇതേപോലത്തെ ഒരു കുക്കർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിനകത്തേക്ക് നല്ല ഡീപ്പ് ഫ്രൈ വേണ്ടി ആണ് നമ്മൾ ചെയ്യുന്നത്. നല്ലപോലെ എണ്ണ ഒഴിച്ച് ചൂടാക്കി വയ്ക്കാം. നല്ല ചൂടായതിന് ശേഷം മാത്രമേ ഇതേപോലെ കോട്ട് ചെയ്തിട്ട് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ഫ്ലെയിമിനോട് കൂടി ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ നല്ല സിമ്മിലായിരിക്കണം. ഇപ്പോൾ 2 സൈഡും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നല്ല മുങ്ങി പൊരിക്കുന്ന രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ആയിരുന്നു, നല്ല ക്രിസ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കോമൻറ്റ് ബോക്സിൽ പറയാം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരെ അസ്സലാമു അലൈക്കും.